നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് അർജന്റീനയും ഫ്രാൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. ഫ്രാൻസ് ആവട്ടെ അവരുടെ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായിട്ട് വരുമ്പോൾ അർജന്റീന അവരുടെ ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരായിട്ടാണ് വരുന്നത്. അർജന്റീനയുടെ ഈ ഒളിമ്പിക്സിലെ തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. മൊറോക്കോയോട് തോറ്റുകൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ പിന്നീടുള്ള മത്സരങ്ങൾ അവർ വിജയിച്ച് കയറി. ഇപ്പൊ ഫ്രാൻസിനെ നേരിടുന്നതിന് മുമ്പ് അർജന്റീന ടീമിൽ ആരൊക്കെ ഇറക്കും, ആ കാര്യത്തിൽ ചില പൊസിഷനുകളിൽ അവരുടെ കോച്ച് ഹാവിയർ മഷറാനോക്ക് ആശയക്കുഴപ്പമുണ്ട്, ഡൗട്ട്സ് ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ്റ്റൻ എഡൂല്. TYC സ്പോർട്സ് അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രധാനമായും 2 പൊസിഷനുകളിലാണ് അദ്ദേഹത്തിന് സംശയങ്ങൾ ഉള്ളത് എന്നാണ് പറയുന്നത്. ടീം ഫൈനലൈസ് ചെയ്യുക കളിക്ക് തൊട്ടു മുമ്പായിരിക്കും എന്ന തരത്തിലാണ് TYC സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്ന്, മുന്നേറ്റ നിരയാണ്. മുന്നേറ്റ നിരയിൽ ഹൂലിയൻ ആൽവരസിനൊപ്പം ആര് ഇറക്കും? ലൂക്കാസ് ബെൽട്രനെ ഇറക്കണമോ അതല്ല ലൂസിയാനോ ഗൊണ്ടോവിനെ ഇറക്കണമോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ കോച്ചിന് സംശയമുള്ളത് എന്നാണ് ഒരു കാര്യം അവർ എടുത്തു പറയുന്നത്. എന്തായാലും ഗ്രേറ്റ് പെർഫോമൻസ് ആണ് ലൂസിയാനോ ഗുണ്ടോ നടത്തിയിട്ടുള്ളത് ഇറാഖിനെതിരെയുള്ള മത്സരത്തിൽ എന്ന കാര്യം ഓർക്കുക. എന്തായാലും സ്റ്റിൽ കൺഫ്യൂസിംഗ് ആണ്. അദ്ദേഹത്തെ തന്നെ ഇറക്കണോ ഹൂലിയൻ ആൽവരസിനൊപ്പം എന്നുള്ള ചോദ്യം, അതല്ല ബെൽട്രനെ ഇറക്കണോ എന്നുള്ള സംശയമുണ്ട്. കൂടാതെ ഒരാൾ കൂടി വരുന്നു, ഹെസെ, സാന്റിയാഗോ ഹെസയെ ഇറക്കണമോ? ഹെസെ എന്ന് പറയുമ്പോൾ അദ്ദേഹം മിഡ്ഫീൽഡർ ആണ്. അദ്ദേഹത്തെ ഇറക്കുകയാണെങ്കിൽ ഫോർമേഷനിൽ മാറ്റമുണ്ടാവും. ഹുലിയൻ ആൽവരസ് മാത്രം ലോൺലി സ്ട്രൈക്കർ ആയിട്ട് നിൽക്കും. ഹെസെ മധ്യനിരയിൽ കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക. ഈവൻ ടീമിന്റെ ഫോർമേഷൻ മാറ്റാൻ പോലും ഹാവിയർ മഷറാനോ ചിന്തിക്കുന്നു എന്നാണ് TYC സ്പോർട്സിന്റെ റിപ്പോർട്ട്. കൂടാതെ ഒരു മേഖലയിൽ കൂടി അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ട്. അത് മറ്റൊന്നുമല്ല, ഗോൺസാലോ ലുയാൻ കഴിഞ്ഞ മത്സരത്തിൽ യുക്രൈനെതിരെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ജോക്കിൻ ഗാർഷ്യക്ക് പകരം. പക്ഷേ അത്ര മികച്ച ഒരു പെർഫോമൻസ് ആയിരുന്നില്ല അദ്ദേഹത്തിൽ നിന്ന് വന്നത് എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യത കാണുന്നു. അതിൽ ആരെ ഇറക്കണം എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴും കോച്ചിനുണ്ട് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും ആ കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട്, എന്ത് മാറ്റം വരുത്തിക്കൊണ്ട് ടീമിനെ ഇറക്കും കോച്ച് എന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം നിക്കോളാസ് ഓട്ടാമന്റെയും ഹുലിയൻ ആൽവരസും തിയാഗോ അൽമേഡയും ഒക്കെ അടങ്ങുന്ന അർജന്റീന ടീമിന് ഫ്രാൻസിനെ വെല്ലുവിളിക്കാനുള്ള കരുത്തുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തെ മത്സരം ഒരു തീപറക്കുന്ന പോരാട്ടമായിരിക്കുമെന്ന കാര്യം ആരാധകർ ഉറച്ച് വിശ്വസിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ എത്താം.